ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു വീക്കെൻഡ് വ്ലോഗാണ്. ഒരു ഭയങ്കര നോർമൽ കാം ആൻഡ് ക്വയറ്റ് ബട്ട് ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു വീക്കെൻഡാണ്. കാരണം കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് B&Qയിലോട്ടാണ്. B&Q എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹോം ആൻഡ് ഫേർണിച്ചർ സ്റ്റോറാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഫേർണിച്ചറും അതുപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഒരു ഗാർഡൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്ന ഗാർഡൻ സെൻറ്ററിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഈ വർഷം ഗാർഡനൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചെടികൾ വാങ്ങിച്ച് നടണം എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഉണ്ട്, അതുപോലെ ബൾബ്സ് ഉണ്ട്, പിന്നെ പ്ലാന്റ്സ് ചെറിയ ചെറിയ തൈകളുണ്ട്, വലിയ മരങ്ങളുടെ പ്ലാന്റ്സ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഗാർഡനിങ് ഒക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് വലിയ ഇതിനെപ്പറ്റി ഐഡിയ ഇല്ല. അപ്പം ഞങ്ങൾ ചെറിയ രീതിയിൽ എല്ലാ ഇയറും ചെയ്യാറുണ്ട്. അപ്പോൾ ദേ നമ്മളൊരു ടൊമാറ്റോ പ്ലാന്റ് എടുത്തു. പിന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു ഔട്ട്ഡോർ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഉണ്ട്, ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പോൾ സ്പ്രിങ് ഒക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ള വെതറൊക്കെ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ കാര്യത്തിനും ബഡ്ജറ്റ് ഉള്ള പോലെ ഗാർഡനും ഒരു ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഒരു കുക്കിങ്ങിലോട്ട് കിടക്കുകയാണ്. ഞാൻ സാമ്പാർ ഉണ്ടാക്കി, പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. ഇത് ഡേയ്സുൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് പോട്ടിലായിട്ടോ റൈസ് വെക്കുന്നത്. ഭയങ്കര ഈസിയാണ്, നമ്മൾ നോക്കി നിൽക്കുകയൊന്നും വേണ്ട. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിത് ആദ്യം നമ്മുടെ ഊണ് കഴിക്കുകയാണ്. ഇത് വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ട് കേട്ടോ. മെഴുക്കുവരട്ടി അല്ല, ഫ്രൈ എന്ന് പറയാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗാർഡനിലോട്ട് ഇനി ഇറങ്ങാൻ പോകും കേട്ടോ, ചെറിയ പണികളൊക്കെ ആയിട്ട്. ഗാർഡൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടേത് അങ്ങനെ ഭയങ്കര വലിയ ഗാർഡനൊന്നും അല്ല, ഒരു ചെറിയ ഗാർഡനാണ്. നമുക്ക് ഒരുപാട് ചെടികളൊക്കെ മീൻസ് നല്ല മരങ്ങളായിട്ട് വരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല പേഷ്യൻസ് വേണം, കുറച്ച് വർഷങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളിന്ന് വാങ്ങിച്ച ചെടികൾ നടാം. കാണുന്നത് ഒരു മിക്സ്ഡ് ഫ്ലവർ സീഡ്സ് ആണ്. അപ്പോൾ ഇത് നല്ല രസം കേട്ടോ. ഇത് വളർന്ന് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, കാരണം പല സീഡ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്കിങ്ങനെ ബോർഡറിലൊക്കെ വന്നു കഴിയുമ്പം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കും. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇത് ചെയ്തായിരുന്നു, നല്ലതായിട്ട് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മളങ്ങനെ ഗാർഡനിങ് ഒന്നും നാട്ടിൽ ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ്, നമ്മൾ വീട് വാങ്ങിച്ചതിന് ശേഷമാണ് ഇതിലോട്ടൊരു ഇൻട്രസ്റ്റ് വന്നത്. എന്തായാലും നമ്മളും ഒരുപാട് പഠിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. കപ്പ് ഓടിച്ചോ നീ? നീയല്ലേ പൊട്ടിച്ചത്? ഞാനോ? ഇങ്ങനെ നമ്മള് നമ്മുടെ ചെടികൾ നട്ടുകൊണ്ടിരിക്കുകയാണ് അല്ല ഡീസു? നട്ടുകൊണ്ടിരിക്കുകയാണ്. വരുമോ എന്തോ, അതാണോ ഉദ്ദേശിച്ചത്? അതെ. എല്ലാ വർഷത്തെയും നമ്മുടെ ഗാർഡൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൺഫ്ലവർ ആണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷവും നമ്മൾ സൺഫ്ലവർ നട്ടിട്ട് വന്നിരുന്നു. കഴിഞ്ഞ വർഷം കുറച്ചൊന്ന് ബുദ്ധിമുട്ടി, കാരണം നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ നട്ടത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുഴുവൊക്കെ തിന്ന് പോവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വർഷം കുറച്ച് പോട്ട്സിലും കുറച്ച് ഡയറക്റ്റ് മണ്ണിലും ആണ് നമ്മൾ നട്ടത്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചെടികളൊക്കെ വെച്ചു. ഇനിയിപ്പോൾ ഇത് ഒരു 2-3 മാസത്തിനുള്ളിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിരിക്കുന്നു. നമുക്കറിയില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ വില നിങ്ങൾ കണ്ടല്ലോ, വലിയ എക്സ്പെൻസീവായിട്ടുള്ള ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. 4 പൗണ്ട് 3 പൗണ്ട് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ.
അപ്പം കാരണം നമ്മൾ ഒത്തിരിയും വിലയുള്ള എനിക്ക് തോന്നുന്നു 20-30 പൗണ്ട്സൊക്കെ ഉള്ള ഫ്ലവറിങ് പ്ലാന്റ്സും ട്രീസും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ട് അത് വളർന്നില്ലെങ്കിൽ നമുക്കതൊരു വിഷമാവില്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഒരു ബഡ്ജറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗാർഡൻ്റെ അവസ്ഥ ഇപ്പോൾ. കാണുമ്പം പ്രത്യേകിച്ച് ചെടികളൊന്നും ഇല്ലാത്ത പോലെ തോന്നും, പക്ഷേ ഇതൊക്കെ വളർന്ന് വന്നു കഴിയുമ്പോൾ രസമായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ പോകുന്നത് ഒരു മൂവി കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് നല്ല റിവ്യൂ ഒക്കെ കേട്ടാൽ നമ്മുടെ ആവേശം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അതിന് മുന്നേ ഞങ്ങൾ ഒന്ന് ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ KFC കഴിക്കാൻ പോകട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് KFC കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 6 മാസം ഒരു ഓൾമോസ്റ്റ് 1 ഇയർ നമ്മളങ്ങനെ KFC കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ആഗ്രഹം വന്നിട്ട് വന്നതാണ്. ഒട്ടും ഹെൽത്തി അല്ല, നമ്മൾ പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷേ എന്നാലും വല്ലപ്പോഴും കഴിക്കാൻ നമുക്ക് തോന്നുമല്ലോ, അപ്പം കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ദേ ഒരു ബക്കറ്റും ഒരു KFC ബക്കറ്റും പിന്നെ ചിപ്സൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിച്ചു. നമ്മളിത് മൂവിക്ക് വന്നു. ഞങ്ങൾക്ക് ആവേശം ഭയങ്കര ഇഷ്ടമായിട്ടോ, കാരണം ഫഹദിനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് വിഷു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. ഞങ്ങൾക്ക് അങ്ങനെ വിഷുവിന് വലിയ സെലിബ്രേഷനൊന്നും ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും വിഷു ആയിട്ട് നമുക്കൊരു സദ്യ കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ സദ്യ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നല്ല ഫ്ലവേഴ്സ് അല്ലേ, ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഫ്ലവേഴ്സാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വന്നേക്കുന്നത് നമ്മുടെ കാറിൻ്റെ ടയർ എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടയറിൽ ഇത് നാട്ടിലേക്ക് അവർ ചെയ്തു തരുമെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനത്തെ ഒരു മെഷീൻ കാണും, മിക്ക പെട്രോൾ സ്റ്റേഷനിലും കാണും. അപ്പോൾ അത് നമ്മൾ സ്വയം ചെയ്താൽ മതി. ഒരു 1 പൗണ്ട് എന്തോ കോയിനിട്ടാൽ നമുക്ക് 7 മിനിറ്റ്സ് എന്തോ കിട്ടും. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ പോകുന്നത് പത്തിരി റെസ്റ്റോറൻറ്റിലോട്ടാണ്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ സദ്യ ഓർഡർ ചെയ്തേക്കുന്നത്. പത്തിരി ഞങ്ങൾക്ക് വളരെ അടുത്താണ്, 20 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. അവർക്ക് ഇന്നും ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ സദ്യ. ഇവിടെ മിക്ക മലയാളി റെസ്റ്റോറൻറ്റിലും ഈ ഒരു ഓണത്തിനും വിഷുവിനും സദ്യ ഉണ്ടാവും. യെസ് ബേബി. എടാ മോനെ, എന്താ ഇത്? എടാ മോനെ, ഇവിടെ സദ്യ റെഡി ആയിട്ടുണ്ടോ? കൊള്ളാല്ലേ? നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. തിരിയുന്ന കേട്ടോ വാങ്ങിച്ചേ. പപ്പടം, പഴം, ചിപ്സ്, ചക്കപ്പത്തി ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ കറികളെല്ലാം എങ്ങനെയുണ്ട്. ഹാപ്പി വിഷു. അപ്പോൾ വിഷു ഒക്കെ ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ഒരു നല്ല വിഷുവും അല്ലേ, ഒരു നല്ല ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അതുപോലെ തന്നെ നല്ലൊരു ഇയറും ആശംസിക്കുന്നു. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിഷു പ്ലാനൊന്നും ഇല്ലായിരുന്നു. രാവിലെ എണ്ണീറ്റപ്പോഴാണ് ഓർത്തത് ഇന്ന് വിഷു ആണല്ലോ, എന്നാ പിന്നെ ഒരു സദ്യ കഴിച്ചാലോ എന്ന് ഓർത്തു. ഇന്നലെ സിനിമ കണ്ട് ഹാങ് ഓവറിൽ നമ്മള് ആവേശത്തിൽ നമ്മൾ ഉറങ്ങിപ്പോയി. നമ്മൾ ഭയങ്കര ലേറ്റ് ആയിട്ടാ വന്നത്. എന്തായാലും നമ്മള് ഇന്നൊരു വിഷു സദ്യ നമ്മുടെ പത്തിരി റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് സദ്യ കഴിക്കാൻ പോവാണ്. ഇനി അധികം വൈകാതെ നമുക്ക് പോയി സദ്യ കഴിക്കാം, കാരണം നല്ല വിശപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ സദ്യ സെറ്റ് ചെയ്യാണ്, ഇലയൊക്കെ ഇട്ട് ഉണ്ണാൻ പോവാണ്. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറികൾക്കൊക്കെ. ചൂടോട് കഴിച്ചുകൊണ്ടും കൂടി ആയിരിക്കും. നമ്മൾ യൂഷ്വലി ഈസ്റ്റാമിൽ നിന്നാണ് വാങ്ങിക്കാറ്. ഈസ്റ്റാമിൽ പോകുന്നതിൻ്റെ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ നല്ല ട്രാഫിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും നമ്മൾ തിരിച്ച് വരാൻ. അപ്പം എന്താ പറയുക, ഒരു 2 hours ടോട്ടലി ചിലപ്പോൾ എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ. അപ്പം ഇതാകുമ്പോൾ പത്തിരി നമുക്ക് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നല്ല ചൂടോടെ നമുക്ക് സദ്യ കഴിക്കാൻ പറ്റി. ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് നമ്മുടെ നാട്ടിലെ ഫാമിലീനെയൊക്കെ മിസ് ചെയ്യണത്. പക്ഷെ എന്നാലും നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓണത്തിനാണെങ്കിൽ നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ടൊക്കെ ആയിരിക്കും ആഘോഷങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സദ്യ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്നത് ഒരേ ഒരു തവണ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ശേഷം 2020 കോവിഡിൻ്റെ സമയത്തായിരുന്നു തോന്നുന്നു. അതും ഒരു രസമായിരുന്നു കേട്ടോ, എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. സദ്യ ഭയങ്കര എൻജോയ് ചെയ്തു. 2 പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്ന് പറയുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് അപ്പോൾ ഒരു ഹാപ്പി വീക്കെൻഡ് ആയിരുന്നു ഞങ്ങൾക്ക്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.